തായ്ലൻഡിലെ സാധാരണക്കാരായ തൊഴിലാളികൾക്ക് വേണ്ടി പിറന്ന ഒരു പാനീയം ലോകം കീഴടക്കിയ കഥയാണിത്. വെറുമൊരു ദാഹശമനി എന്നതിനപ്പുറം സിരകളിലേക്ക് ഊർജം പകർന്നു നൽകി സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായാൻ സാധാരണക്കാരന് ചിറകുകൾ നൽകിയ പാനീയം. അതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത ഒരു വിപണിക്ക് തന്നെ ജന്മം നൽകിയായിരുന്നു ആ ഉൽപ്പന്നത്തിന്റെ വരവ്. പരമ്പരാഗത പരസ്യങ്ങളോ വലിയ ബിൽബോർഡുകളോ അല്ല, മറിച്ച് സാഹസികതയുടെയും വേഗതയുടെയും ലോകമാണ് ഈ ബ്രാൻഡ് തങ്ങളുടെ തട്ടകമായി തിരഞ്ഞെടുത്തത്. ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത കായിക വിനോദങ്ങളെ സ്പോൺസർ ചെയ്തും അസാധ്യമായ വെല്ലുവിളികൾ ഏറ്റെടുത്തും അവർ ജനഹൃദയങ്ങളിൽ ഇടം നേടി. ആകാശം മുട്ടുന്ന ഉയരങ്ങളിൽ നിന്ന് സ്വതന്ത്രമായി ചാടുന്നവർ, അതിവേഗം മഞ്ഞിലൂടെ പറക്കുന്നവർ, ഫോർമുല 1 ട്രാക്കുകളിൽ കൊടുങ്കാറ്റായി മാറുന്ന കാറുകൾ, ഇവരൊക്കെ ഈ ബ്രാൻഡിന്റെ മുഖങ്ങളായി മാറി. ഇന്ന് ലോകത്തിന്റെ ഏത് കോണിലെ കടകളിലും അതൊരു വിജയത്തിന്റെ പ്രതീകമായി തലയുയർത്തി നിൽക്കുന്നു. ഒരു ചെറിയ കുപ്പിയിൽ ഒതുങ്ങാത്ത സ്വപ്നങ്ങളുടെയും ഭയത്തെ അതിജീവിച്ച സാഹസികരുടെയും കഥകൾ അതിന് പറയാനുണ്ട്. അതെ, ഉദിച്ചുയരുന്ന സൂര്യന് മുന്നിൽ കൊമ്പുകോർക്കുന്ന 2 കാളകളുടെ കരുത്തുമായി എനർജി ഡ്രിങ്ക് വിപണിയുടെ സിംഹാസനം ഭരിക്കുന്ന റെഡ് ബുൾ ബ്രാൻഡഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. റെഡ് ബുള്ളിന്റെ കഥ ആരംഭിക്കുന്നത് 1970കളിലെ തായ്ലൻഡിലെ ഗ്രാമപ്രദേശങ്ങളിലാണ്. ഈ കഥയിലെ നായകൻ ചാലിയോ യുവിദ്യ എന്ന സാധാരണക്കാരനായ മനുഷ്യനും. ചൈനീസ് തായ് വംശജനായ അദ്ദേഹം ഒരു പാവപ്പെട്ട കർഷക കുടുംബത്തിലായിരുന്നു ജനിച്ചത്. താറാവുകളും പഴങ്ങളും വിറ്റായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം ജീവിച്ചിരുന്നത്. ചെറുപ്പത്തിൽ ബസ് കണ്ടക്ടറായും മറ്റു പലതരം ജോലികൾ ചെയ്ത ശേഷം അദ്ദേഹം ബാങ്കോക്കിലേക്ക് ചേക്കേറി. അവിടെ ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്ന ഒരു സെയിൽസ്മാനായി ജോലി ആരംഭിച്ചു. ആ അനുഭവ സമ്പത്ത് വെച്ച് 1960കളുടെ തുടക്കത്തിൽ അദ്ദേഹം TC ഫാർമസ്യൂട്ടിക്കൽസ് എന്ന പേരിൽ സ്വന്തമായി ഒരു ചെറിയ മരുന്ന് കമ്പനി ആരംഭിച്ചു. അക്കാലത്ത് തായ്ലൻഡിൽ എനർജി ഡ്രിങ്കുകൾക്ക് നല്ല പ്രചാരമുണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നും ഇറക്കുമതി ചെയ്തവയായിരുന്നു. നഗരങ്ങളിലെ സമ്പന്നരെ ലക്ഷ്യം വെച്ചുള്ള വില കൂടിയ ഔഷധപാനീയങ്ങളായാണ് അവ വിറ്റിരുന്നത്. ഇവിടെയാണ് ചാലിയോയുടെ ജീവിതം മാറ്റിമറിച്ച ആ ചിന്ത ഉദിച്ചത്. അദ്ദേഹം സ്വയം ചോദിച്ചു, യഥാർത്ഥത്തിൽ ആർക്കാണ് ഈ ഊർജ്ജപാനീയങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യം? സമ്പന്നർക്കോ അതോ തന്നെ പോലെ കഠിനാധ്വാനം ചെയ്യുന്ന സാധാരണക്കാർക്കോ? ട്രക്ക് ഡ്രൈവർമാർ, നിർമ്മാണ തൊഴിലാളികൾ, കർഷകർ, രാവും പകലും വിയർപ്പൊഴുക്കുന്ന ഇവർക്കായിരുന്നു ഇതിന്റെ യഥാർത്ഥ ആവശ്യം. എന്നാൽ അവർക്ക് താങ്ങാനാവുന്ന ഒരു പാനീയം വിപണിയിൽ ഉണ്ടായിരുന്നില്ല. ഈ തിരിച്ചറിവിൽ നിന്നാണ് 1976ൽ ക്രാക്കിംഗ് ഡാങ് എന്ന പാനീയം ജനിക്കുന്നത്. തായ് ഭാഷയിൽ ക്രാക്കിംഗ് ഡാങ് എന്നാൽ ചുവന്ന കാട്ടുപോത്ത് അഥവാ റെഡ് ബുൾ എന്നാണ് അർത്ഥം. കഫീൻ, ടോറിൻ, B വിറ്റമിനുകൾ, പഞ്ചസാര എന്നിവ അടങ്ങിയ ഈ പാനീയം തൊഴിലാളികൾക്ക് താങ്ങാനാവുന്ന വിലയിൽ അദ്ദേഹം വിപണിയിൽ ഇറക്കി. അതിന്റെ ലോഗോ അതിലും ശക്തമായിരുന്നു. മഞ്ഞ സൂര്യന്റെ പശ്ചാത്തലത്തിൽ പരസ്പരം കൊമ്പ് കോർക്കാൻ തയ്യാറെടുക്കുന്ന 2 ചുവന്ന കാട്ടുപോത്തുകൾ. ഇത് കരുത്തിന്റെയും ഊർജത്തിന്റെയും പ്രതീകമായി മാറി. ചാലിയയുടെ മാർക്കറ്റിംഗ് തന്ത്രം തികച്ചും വ്യത്യസ്തമായിരുന്നു. നഗരങ്ങളിലെ വലിയ വിപണികൾക്ക് പകരം അദ്ദേഹം ഗ്രാമങ്ങളെയും ചെറുപട്ടണങ്ങളെയും ലക്ഷ്യം വെച്ചു. തായ്ലൻഡിന്റെ ദേശീയ കായിക വിനോദമായ മുവായ് തായ് അഥവാ തായ് ബോക്സിംഗ് മത്സരങ്ങളെ സ്പോൺസർ ചെയ്തതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച നീക്കം. അങ്ങനെ വെറും 2 വർഷം കൊണ്ട് ക്രാക്കിംഗ് ഡാങ് തായ്ലൻഡിലെ ഏറ്റവും ജനപ്രിയമായ എനർജി ഡ്രിങ്കായി മാറി. ക്രാക്കിംഗ് ഡാങ് തായ്ലൻഡിലെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ഒരു വിജയകഥയായിരുന്നു. എന്നാൽ 1982ൽ നടന്ന ഒരു കൂടിക്കാഴ്ച ആ കഥയുടെ ഗതിയെ മാറ്റിമറിച്ചു. അന്ന് ബ്ലെൻഡാക്സ് എന്ന ജർമ്മൻ ടൂത്ത് പേസ്റ്റ് കമ്പനിയുടെ മാർക്കറ്റിംഗ് ഡയറക്ടറായിരുന്നു ഡിട്രിക് മാറ്റഷിറ്റ്സ് എന്ന ഓസ്ട്രിയക്കാരൻ. തന്റെ ജോലിയുടെ ഭാഗമായി ലോകം മുഴുവൻ സഞ്ചരിച്ചിരുന്ന അദ്ദേഹം കോർപ്പറേറ്റ് ജീവിതത്തിന്റെ വിരസതയിൽ മനമടുത്തിരിക്കുകയായിരുന്നു. വിമാനയാത്രകൾ, ഹോട്ടലുകൾ, മീറ്റിംഗുകൾ എല്ലാം ഒരുപോലെ മനമടുപ്പിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള അവസരത്തിനായി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഒരു ബിസിനസ് യാത്രക്കായി അദ്ദേഹം തായ്ലാൻഡിലെത്തുന്നത്. നീണ്ട വിമാനയാത്രയുടെ ക്ഷീണം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. അപ്പോഴാണ് ഒരു സഹപ്രവർത്തകൻ അദ്ദേഹത്തിന് ക്രാക്കിംഗ് ഡാങ് എന്ന പാനീയം നിർദ്ദേശിച്ചത്. അത് കുടിച്ചതും ആ ചെറിയ കുപ്പിയിലെ പാനീയത്തിന്റെ അത്ഭുതകരമായ ഫലം മാറ്റഷീറ്റ്സിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. തായ്ലൻഡിലെ തൊഴിലാളികൾക്ക് ഊർജം പകരുന്ന ഈ പാനീയത്തിന് പാശ്ചാത്യ ലോകത്ത് ഒരു വലിയ വിപണിയുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിവ് മാറ്റഷീറ്റ്സിന്റെ ജീവിതം മാറ്റിമറിച്ചു. അദ്ദേഹം തന്റെ സുരക്ഷിതമായ ജോലി ഉപേക്ഷിച്ച് ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. 1984ൽ അദ്ദേഹം വീണ്ടും തായ്ലൻഡിലെത്തി ചാലിയോ യുവിദ്യയെ കണ്ടു. കിഴക്കിന്റെ ഈ ഊർജ്ജ രഹസ്യം ലോകമെമ്പാടും എത്തിക്കാൻ ഒരു പങ്കാളിത്തം എന്ന ആശയം മുന്നോട്ട് വെച്ചു. അങ്ങനെ അവരുടെ ഒത്തുചേരൽ ചരിത്രമായി. അതൊരു ധീരമായ നീക്കമായിരുന്നു. പുറത്തുനിന്ന് സാമ്പത്തിക സഹായം ലഭിക്കാത്തതിനാൽ ഇരുവരും സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് $5 ലക്ഷം വീതം നിക്ഷേപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1984ൽ റെഡ് ബുൾ എന്ന കമ്പനി രൂപീകൃതമായി. അവരുടെ പങ്കാളിത്ത കരാർ വളരെ സവിശേഷമായിരുന്നു. മാറ്റഷീറ്റ്സിനും യുവിദ്യക്കും 49% വീതം ഓഹരികൾ, ബാക്കിയുള്ള 2% യുവിദ്യയുടെ മകൻ ചാർലേമിന് നൽകി. ഭൂരിപക്ഷം ഓഹരികൾ യുവിദ്യ കുടുംബത്തിനായിരുന്നെങ്കിലും കമ്പനി നടത്തിപ്പിന്റെ പൂർണ്ണ ചുമതല മാറ്റഷീറ്റ്സിനായിരുന്നു. യുവിദ്യയുടെ കയ്യിൽ വിജയകരമെന്ന് തെളിയിക്കപ്പെട്ട ഒരു ഉൽപ്പന്നമുണ്ടായിരുന്നു. മാറ്റഷീറ്റ്സിന്റെ കയ്യിൽ അതിനെ ലോകവിപണിയിലെത്തിക്കാനുള്ള മാർക്കറ്റിംഗ് വൈദഗ്ധ്യവും.
പരസ്പര വിശ്വാസത്തിലും തുല്യതയിലും കെട്ടിപ്പടുത്ത ഈ ബന്ധമാണ് റെഡ്ബുളിന്റെ വിജയത്തിന്റെ അടിസ്ഥാനശില. എന്നാൽ മാറ്റേഷിറ്റ്സ് ക്രാക്കിംഗ് ടാങ്കിനെ അതേപടി യൂറോപ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നില്ല ചെയ്തത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയരഹസ്യം. ഒരു ഉൽപ്പന്നം ഒരു നാട്ടിൽ വിജയിച്ചതുകൊണ്ട് മറ്റൊരിടത്ത് വിജയിക്കണമെന്നില്ല എന്നത് ഒരു മാർക്കറ്റിംഗ് വിദഗ്ധൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് 1984 മുതൽ 87 വരെയുള്ള 3 വർഷക്കാലം അദ്ദേഹം റെഡ്ബുളിന്റെ ഫോർമുലയും പാക്കേജിങ്ങും മാർക്കറ്റിംഗ് ആശയവും പാശ്ചാത്യ വിപണിക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ക്രാക്കിംഗ് ടാങ്ക് കാർബണേറ്റഡ് അല്ലാത്ത അല്പം കട്ടിയുള്ള ഒരു പാനീയമായിരുന്നു. യൂറോപ്യൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ പരിചിതവും ആകർഷകവുമാക്കാൻ വേണ്ടി മാറ്റേഷിറ്റ്സ് അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ചേർത്തു. ഇത് റെഡ്ബുളിന് ഒരു ശീതളപാനീയത്തിന്റെ രൂപം നൽകി. കൂടാതെ തായ്ലൻഡിലെ പാനീയം വളരെ മധുരമുള്ളതായിരുന്നു. യൂറോപ്യൻ അഭിരുചിക്കനുസരിച്ച് അതിന്റെ മധുരം കുറച്ചു, രുചിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി. എന്നാൽ പ്രധാനമായ മാറ്റം ഇതൊന്നുമായിരുന്നില്ല. ക്രാക്കിംഗ് ടാങ്ക് വിറ്റിരുന്നത് മരുന്ന് കുപ്പികളെ ഓർമ്മിപ്പിക്കുന്ന ചെറിയ തവിട്ട് നിറത്തിലുള്ള ഗ്ലാസ് കുപ്പികളിലായിരുന്നു. ഇതൊരു സാധാരണ തൊഴിലാളികളുടെ പാനീയം എന്ന പ്രതീതി നൽകി. എന്നാൽ മാറ്റേഷിറ്റ്സ് ലക്ഷ്യം വെച്ചത് തികച്ചും വ്യത്യസ്തമായ ഒരു ഉപഭോക്തൃ സമൂഹത്തെയായിരുന്നു. അദ്ദേഹം ആ കുപ്പിയെ ഉപേക്ഷിച്ച് ഇന്ന് ലോകം മുഴുവൻ തിരിച്ചറിയുന്ന ഉയരം കൂടിയ നീലയും വെള്ളയും നിറങ്ങളുള്ള അലൂമിനിയം ക്യാനിലേക്ക് റെഡ്ബുളിനെ പകർന്നു. ഈ ഒരു മാറ്റം ഉൽപ്പന്നത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചു. അതൊരു വില കുറഞ്ഞ ടോണിക്കല്ല, മറിച്ച് ഒരു പ്രീമിയം സ്റ്റൈലിഷ് പാനീയമാണെന്ന സന്ദേശം ഉപഭോക്താക്കൾക്ക് നൽകി. ഈ മാറ്റങ്ങളെല്ലാം പൂർത്തിയാക്കി 1987 ഏപ്രിൽ 1 റെഡ്ബുൾ എനർജി ഡ്രിങ്ക് ഓസ്ട്രിയയിൽ ഔദ്യോഗികമായി പുറത്തിറങ്ങി. അതിനൊപ്പം ലോകം മുഴുവൻ ഏറ്റുപാടിയ ഒരു മുദ്രാവാക്യവും പിറന്നു: റെഡ്ബുൾ ഗിവ്സ് യു വിങ്സ്. റെഡ്ബുളിന്റെ യഥാർത്ഥ മാന്ത്രികത അതിന്റെ ഉൽപ്പന്നത്തിൽ മാത്രമായിരുന്നില്ല, മറിച്ച് അതിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളിലായിരുന്നു. ആദ്യകാലങ്ങളിൽ റെഡ്ബുളിന് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു. പരമ്പരാഗത പരസ്യങ്ങൾക്ക് പണം മുടക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ പരിമിതിയിൽ നിന്നാണ് അവരുടെ വിപ്ലവകരമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ജനിച്ചത്. ഗറില്ല മാർക്കറ്റിംഗ് എന്നറിയപ്പെടുന്ന ഈ രീതിയിൽ അവർ കോളേജ് വിദ്യാർത്ഥികൾക്കും പാർട്ടികളിലും സൗജന്യമായി റെഡ്ബുൾ സാമ്പിളുകൾ വിതരണം ചെയ്തു. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന വാക്ക് വരുന്നതിന് മുൻപേ അവർ സമൂഹത്തിൽ സ്വാധീനമുള്ളവരെ കണ്ടെത്തി അവരുടെ ഉൽപ്പന്നം പ്രചരിപ്പിച്ചു. ലണ്ടനിലെ പ്രശസ്തമായ നൈറ്റ് ക്ലബ്ബുകൾക്ക് പുറത്ത് കാലിയായ റെഡ്ബുൾ കാനുകൾ രഹസ്യമായി ഉപേക്ഷിച്ച് അതൊരു ജനപ്രിയ പാനീയമാണെന്ന പ്രതീതിയുണ്ടാക്കിയ കഥ പോലും പ്രശസ്തമാണ്. താമസിയാതെ റെഡ്ബുൾ ഇവന്റുകൾ സ്പോൺസർ ചെയ്യുന്നതിൽ നിന്ന് സ്വന്തമായി ഇവന്റുകൾ സൃഷ്ടിക്കുന്നതിലേക്ക് മാറി. ഇത് ബ്രാൻഡ് ഇമേജിന് മേൽ അവർക്ക് പൂർണ്ണ നിയന്ത്രണം നൽകി. അവരുടെ ആദ്യത്തെയും ഒരുപക്ഷെ ഏറ്റവും പ്രശസ്തമായതുമായ ഇവന്റുകളിലൊന്നാണ് റെഡ്ബുൾ ഫ്ലാഗ് ടാഗ്. പറക്കൽ ദിനം എന്നർത്ഥം വരുന്ന ഈ മത്സരത്തിൽ ടീമുകൾ സ്വന്തമായി നിർമ്മിച്ച മനുഷ്യശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന പറക്കുന്ന യന്ത്രങ്ങളുമായി ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടും. വിചിത്രവും രസകരവുമായ കാഴ്ചയ്ക്ക് വിരുന്നൊരുക്കുന്നതുമായ ഈ ഇവന്റ് റെഡ്ബുൾ നിങ്ങൾക്ക് ചിറകുകൾ നൽകുന്നു എന്ന മുദ്രാവാക്യത്തിന്റെ ഏറ്റവും മികച്ച ദൃശ്യാവിഷ്കാരമായി മാറി. അതുപോലെ സ്നോ ബോർഡിംഗ്, BMX, ക്ലിഫ് ഡൈവിംഗ് തുടങ്ങിയ മുഖ്യധാരയിലില്ലാത്ത എക്സ്ട്രീം സ്പോർട്സുകളിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഈ കായിക ഇനങ്ങൾക്ക് വലിയ പ്രചാരം നൽകിയതിലൂടെ ആ കായിക താരങ്ങൾക്കിടയിലും ആരാധകർക്കിടയിലും റെഡ്ബുൾ ഒരു അവിഭാജ്യ ഘടകമായി മാറി. റെഡ്ബുളിന്റെ ഈ മാർക്കറ്റിംഗ് തന്ത്രം ഒരു പുതിയ നിയമം എഴുതി ചേർത്തു: നിലവിലുള്ള കളിയിൽ പങ്കുചേരാൻ ശ്രമിക്കരുത്, പകരം സ്വന്തമായി ഒരു കളി തുടങ്ങുക. സ്വന്തം നിയമങ്ങൾ, സ്വന്തം താരങ്ങൾ, സ്വന്തം ആരാധകർ. അങ്ങനെ അവർ സൃഷ്ടിച്ചെടുത്തത് ഒരു ഉൽപ്പന്നമായിരുന്നില്ല, അതൊരു സംസ്കാരമായിരുന്നു. അങ്ങനെ തെരുവുകളിൽ തുടങ്ങിയ വിപണന വിപ്ലവം പതിയെ ലോകം മുഴുവൻ പടർന്നു പിടിക്കുകയായിരുന്നു. 1992 ഹംഗറിയിലേക്കും സ്ലോവാനിയയിലേക്കും, 94 ജർമ്മനിയിലേക്കും UK-യിലേക്കും, 97 അമേരിക്കയിലേക്കും അവർ തങ്ങളുടെ സാന്നിധ്യം വ്യാപിപ്പിച്ചു. അമേരിക്കൻ വിപണിയിലേക്കുള്ള പ്രവേശനം ഒരു നിർണായക വഴിത്തിരിവായിരുന്നു. അവിടെ പ്രവേശിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ എനർജി ഡ്രിങ്ക് വിപണിയുടെ 75% റെഡ്ബുൾ പിടിച്ചെടുത്തു. 2000 മിഡിൽ ഈസ്റ്റിലും പിന്നീട് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്കും റെഡ്ബുൾ എത്തി. റെഡ്ബുൾ വെറുമൊരു പാനീയ കമ്പനിയായി ഒതുങ്ങി നിന്നില്ല. അവർ വേഗതയുടെയും സാഹസികതയുടെയും ലോകത്തെ ഭരിക്കാൻ തുടങ്ങി. 2004 റെഡ്ബുൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വലിയ ചുവടുവെപ്പ് നടത്തി. ഫോർമുല 1 തകർന്നുകൊണ്ടിരിക്കുന്ന ജാഗോർ റേസിംഗ് ടീമിനെ അവർ വെറും $1 വാങ്ങി. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു: അടുത്ത 3 വർഷത്തിനുള്ളിൽ $400 മില്യൺ ടീമിൽ നിക്ഷേപിക്കണം. പലരും ഇതിനെ ഒരു മണ്ടത്തരമായി കണ്ടു. പക്ഷേ റെഡ്ബുളിന് വ്യക്തമായ പദ്ധതികൾ ഉണ്ടായിരുന്നു. അവർ ടീമിന്റെ പേര് റെഡ്ബുൾ റേസിംഗ് എന്നാക്കി മാറ്റി. ക്രിസ്ത്യൻ ഹോണറെ ടീം പ്രിൻസിപ്പലായും ഇതിഹാസ ഡിസൈനർ എഡ്രിയൻ യൂവിനെയും ടീമിലെത്തിച്ചതോടെ അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു: വിജയം മാത്രം. തുടക്കത്തിൽ ഒരു പാർട്ടി ടീം എന്ന് കളിയാക്കപ്പെട്ട അവർ വളരെ പെട്ടെന്ന് തന്നെ ഫോർമുല 1 അധികായന്മാരായി മാറി. സെബാസ്റ്റ്യൻ വെറ്റൽ എന്ന യുവ ഡ്രൈവറുടെ വരവോടെ റെഡ്ബുളിന്റെ സുവർണ്ണ കാലഘട്ടം ആരംഭിച്ചു. 2010 മുതൽ 2013 വരെ തുടർച്ചയായി 4 തവണ അവർ ഡ്രൈവേഴ്സ്, കൺസ്ട്രക്ടേഴ്സ് ലോക ചാമ്പ്യൻഷിപ്പുകൾ തൂത്തുവാരി. പിന്നീട് മാക്സ് വെർസ്റ്റാപ്പൻ എന്ന അത്ഭുത പ്രതിഭയുടെ കീഴിൽ അവർ വീണ്ടും വിജയങ്ങളുടെ കൊടുമുടി കീഴടക്കി. നിരവധി ലോക കിരീടങ്ങൾ തങ്ങളുടെ പേരിലാക്കി. 2007 റെഡ്ബുൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് റെഡ്ബുൾ മീഡിയ ഹൗസ് എന്ന പേരിൽ സ്വന്തമായി ഒരു മീഡിയ കമ്പനി ആരംഭിച്ചു.
ഇതോടെ സിനിമകൾ, ഡോക്യുമെന്ററികൾ, മാസികകൾ, റെഡ് ബുൾ TV എന്ന സ്വന്തം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം എന്നിവയിലൂടെ അവർ സ്വന്തമായി ഉള്ളടക്കം നിർമ്മിക്കാനും വിതരണം ചെയ്യാനും തുടങ്ങി. ഈ തന്ത്രം അവരുടെ മാർക്കറ്റിങ്ങിനെ ഒരു വരുമാന മാർഗം കൂടിയാക്കി മാറ്റി. റെഡ് ബുള്ളിന്റെ ചിറകുകൾ നൽകുന്നു എന്ന മുദ്രാവാക്യത്തിന് അവർ നൽകിയ ഏറ്റവും ശക്തമായ ദൃശ്യാവിഷ്കാരമായിരുന്നു 2012 സ്ട്രാറ്റോസ് മിഷൻ. ഓസ്ട്രിയൻ സ്കൈ ഡൈവർ ഫെലിക്സ് ബോങ്കാർട്ട്നർ ഭൂമിയിൽ നിന്ന് 39 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടി. ഒരു ഹീലിയം ബലൂണിൽ ഉയർന്ന അദ്ദേഹം ഫ്രീഫാളിൽ ശബ്ദത്തിന്റെ വേഗത ഭേദിച്ച ആദ്യത്തെ മനുഷ്യനായി. ഇതൊരു പരസ്യമോ ഇവന്റോ ആയിരുന്നില്ല, അതൊരു ചരിത്ര നിമിഷമായിരുന്നു. ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് ആ ചാട്ടം തത്സമയം കണ്ടു. യൂട്യൂബിന്റെ ലൈവ് സ്ട്രീമിംഗ് റെക്കോർഡ് അത് തകർത്തു. കോടിക്കണക്കിന് ഡോളറിന്റെ മാധ്യമ ശ്രദ്ധയാണ് റെഡ് ബുള്ളിന് അതിലൂടെ സൗജന്യമായി ലഭിച്ചത്. ഫെലിക്സ് സുരക്ഷിതമായി ഭൂമിയിൽ കാലുകുത്തിയപ്പോൾ റെഡ് ബുൾ എന്ന ബ്രാൻഡ് ധൈര്യത്തിന്റെയും പുതുമയുടെയും അസാധ്യമായതിനെ സാധ്യമാക്കുന്നതിന്റെയും പര്യായമായി മാറിക്കഴിഞ്ഞിരുന്നു. റെഡ് ബുള്ളിന്റെ പ്രശസ്തമായ ടാഗ്ലൈൻ അവർക്കൊരു നിയമപരമായ തലവേദനയും സമ്മാനിച്ചു. 2014 അമേരിക്കയിലെ ഒരു ഉപഭോക്താവ് റെഡ് ബുള്ളിനെതിരെ കേസ് ഫയൽ ചെയ്തു. റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ് എന്ന മുദ്രാവാക്യം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും പാനീയം കുടിച്ചിട്ട് എനിക്ക് ചിറകുകൾ വന്നില്ലെന്നും കായികക്ഷമത വർദ്ധിച്ചില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഇതൊരു വലിയ പ്രതിസന്ധിയാകുമായിരുന്നു. എന്നാൽ റെഡ് ബുൾ അതിനെ നേരിട്ട രീതി അവരുടെ മാർക്കറ്റിംഗ് വൈഭവത്തിന് മറ്റൊരു ഉദാഹരണമായി. കേസ് കോടതിക്ക് പുറത്ത് $13 മില്യൺ ഒത്തുതീർപ്പാക്കിയ റെഡ് ബുൾ തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് വ്യക്തമാക്കി. എന്നാൽ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ അവർ അതിബുദ്ധിപരമായ ഒരു നീക്കം നടത്തി. തങ്ങളുടെ ടാഗ് ലൈനിലെ വിങ്സ് എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് മാറ്റി വിങ്സ് എന്നാക്കി. ഈ ചെറിയ മാറ്റത്തിലൂടെ തങ്ങളുടെ ടാഗ് ലൈൻ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട ഒന്നല്ലെന്നും അതൊരു രൂപകം മാത്രമാണെന്നും അവർ സമർത്ഥമായി സ്ഥാപിച്ചു. തീർച്ചയായും റെഡ് ബുള്ളിന്റെ യാത്രയിൽ വെല്ലുവിളികളും ഉണ്ടായിട്ടുണ്ട്. ഉയർന്ന അളവിലുള്ള പഞ്ചസാരയും കഫീനും പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് വിമർശനങ്ങൾ ശക്തമാണ്. അമിതമായ ഉപയോഗം ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കാനും രക്തസമ്മർദ്ദം കൂട്ടാനും ഉറക്കക്കുറവിന് കാരണമാണെന്നും പഠനങ്ങൾ പറയുന്നു. കൂടാതെ മോൺസ്റ്റർ പോലുള്ള എതിരാളികളിൽ നിന്നുള്ള കടുത്ത മത്സരവും നേരിടുന്നുണ്ട്. തുടക്കത്തിൽ ഫ്രാൻസ്, ഡെൻമാർക്ക് തുടങ്ങിയ രാജ്യങ്ങൾ അതിലെ ടോറിൻ എന്ന ഘടകത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം നിരോധിച്ചിരുന്നു. പിന്നീട് ശാസ്ത്രീയമായി അപകട സാധ്യതകൾ തെളിയിക്കാൻ കഴിയാത്തതിനാൽ ഈ നിരോധനങ്ങൾ പിൻവലിച്ചു. എന്നാൽ ഈ വെല്ലുവിളികളെയെല്ലാം അവർ അവസരങ്ങളാക്കി മാറ്റി. പുതിയ രുചികൾ, ഷുഗർ ഫ്രീ, 0 കലോറി പതിപ്പുകൾ, ഓർഗാനിക്സ് പോലുള്ള പുതിയ ഉൽപ്പന്ന നിരകൾ എന്നിവയെല്ലാം പുതിയ കാലത്തിനനുസരിച്ച് മാറാനുള്ള അവരുടെ കഴിവിന്റെ തെളിവാണ്. റെഡ് ബുള്ളിന്റെ വിൽപ്പന കണക്കുകൾ അതിന്റെ ആഗോള സ്വീകാര്യതയുടെ തെളിവാണ്. 1987 ആരംഭിച്ചതിന് ശേഷം ഇന്നുവരെ 100 ബില്യണിലധികം റെഡ് ബുൾ കാനുകൾ ലോകമെമ്പാടും വിറ്റഴിഞ്ഞു. 2024 മാത്രം 12.67 ബില്യൺ കാനുകളാണ് വിറ്റത്. ആ വർഷത്തെ വരുമാനം 11.22 ബില്യൺ യൂറോ ആയിരുന്നു. ഇന്ന് ആഗോള എനർജി ഡ്രിങ്ക് വിപണിയുടെ ഏകദേശം 40%-ലധികവും റെഡ് ബുള്ളിന്റെ കൈകളിലാണ്. റെഡ് ബുള്ളിന്റെ ഏറ്റവും വലിയ സ്വാധീനം അതിന്റെ സാമ്പത്തിക കണക്കുകളിലല്ല, മറിച്ച് അത് ലോക സംസ്കാരത്തിൽ പതിപ്പിച്ച മുദ്രയിലാണ്. എക്സ്ട്രീം സ്പോർട്സ് എന്നറിയപ്പെടുന്ന സാഹസിക കായിക വിനോദങ്ങളെ ഒരു ഹോബി എന്ന നിലയിൽ നിന്ന് ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു പ്രൊഫഷണൽ കായിക ഇനമാക്കി മാറ്റിയതിൽ റെഡ് ബുൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്.